നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നായി വരുന്നത്. അത്തരത്തിലുള്ളൊരു വിമർശനമായിരുന്നു യാക്കോബായ സഭ മുൻ ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് കൂർലോസിൻ്റെ വിമർശനം. അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ CPM-ന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാനിടയായ പല സംഭവങ്ങൾ കുറിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒടുക്കം അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, അതായത് ഇനിയും എല്ലാ കാലത്തും ഒരു മഹാപ്രളയവും മഹാമാരിയും സർക്കാരിൻ്റെ രക്ഷയ്ക്കെത്തിക്കൊള്ളണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയം എന്നും തുണക്കണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കൂർലോസ് തിരുമേനിക്ക് മറുപടിയുമായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഈ വൈദികന്മാർക്കിടയിൽ ചില വിവരദോഷികളുണ്ട് എന്നതാണ്. അപ്പോൾ എല്ലാ കാലത്തും വീണ്ടും ഒരു പ്രളയം വരണമെന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത്. വൈദികർക്കിടയിലും വിവരദോഷികളുണ്ട്. അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് പിണറായി വിജയൻ വിളിച്ചതിന് പിന്നാലെ വലിയ തോതിൽ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായി വിജയൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും വിമർശനത്തെ എന്തുകൊണ്ട് ഇങ്ങനെ വിവരക്കേടായി കാണുന്നു. അപ്പം നേരത്തെയും പിണറായി വിജയൻ്റെ പരാമർശങ്ങളിൽ ഇത്തരം വിമർശനങ്ങളോട് ശത്രുതാപരമായും ഒപ്പം പ്രതികാര ബുദ്ധിയാലും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വീണ്ടും അത്തരത്തിലുള്ള സമീപനം എടുക്കുക വഴി അത് പാർട്ടിക്ക് ഇനിയും ദോഷം ചെയ്യില്ലേ, ബാധ്യതയാവില്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ദാവൂദ് സാഹിബ്, അത്തരത്തിലൊരു അതും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന യാക്കോബായ സഭയുടെ ഒരു മുതിർന്ന വൈദികനെതിരെ, അതും ഈ കാലാവസ്ഥയിൽ പിണറായി വിജയൻ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അല്ല, ഈ പ്രസ്താവന നടത്തിയ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വിമർശനത്തിന് വിധേയനായിട്ടുള്ള ഗീവർഗീസ് കൂർലോസ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഡ് ബിഷപ്പ് അല്ലെങ്കിൽ റെഡ് ഫാദർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. ഈ കാസ ടൈപ്പ് തീവ്ര സംഘങ്ങളുടെ നിരന്തരമായ ഭർസനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയനായിക്കൊണ്ടിരുന്ന ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും സ്വസമുദായത്തിൽ നിന്ന് തന്നെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വളരെ കനത്ത ഒരു തോൽവി ഉണ്ടായ സന്ദർഭത്തിൽ വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനം പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ. അതിനകത്ത് നോക്കുക, അതിൽ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന് ഒന്നാമത് അദ്ദേഹം പറയുന്നത്, ഇതിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്നുള്ളതാണ്. എന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. പിന്നെ CPM എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞാൽ തോൽവിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് സമഗ്രമായ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോകുന്നൊരു കുറിപ്പാണ്. അതങ്ങനെ പോകുന്നതിനിടയിലാണ് അദ്ദേഹം പറയുന്നത്, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികൾ സംശയമുണ്ടാക്കി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അങ്ങനെ നിന്നിട്ട് പറയുന്ന കൂട്ടത്തിലാണ് എല്ലായ്പ്പോഴും ഈ ധൂർത്തും ധാർഷ്ട്യവും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം പിണറായിയെ ചൊടിപ്പിച്ചത്. ചില CPM ഇൻസൈഡേഴ്സ് പറയുന്നത് അതല്ല, സാമുദായിക പ്രീണനം എന്ന് പറഞ്ഞതാണ് പിണറായിയെ ചൊടിപ്പിച്ചത് എന്നും ചില ഇൻസൈഡേഴ്സ് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ യാക്കോബ് അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്, ഈ സഭ ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സഭയാണ്. എനിക്ക് തോന്നുന്നു ആരാധനാലയം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഈ സഭയ്ക്ക് വേണ്ടി സഭയുടെ ആകുലതകൾ, അവരുടെ പരാധീനതകൾ പരിഹരിക്കാൻ വേണ്ടി പിണറായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സഭയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ സാമുദായിക പ്രീണനം എന്ന വാക്ക് ഉപയോഗിച്ചതാണ് പിണറായിയെ ചൊടിപ്പിച്ചത്. ഈ പറയുന്ന കിറ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രളയം എന്നുള്ളതല്ല എന്നാണ് CPM-മായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഏതാണെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാലും പിണറായി സംഗതി ചൊടിപ്പിച്ചിട്ടുണ്ട്.
ചൊടിപ്പിച്ചത് മാത്രമല്ല വളരെ മോശമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇദ്ദേഹത്തെ പോലെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അതും വളരെ ഗൗരവപ്പെട്ടൊരു വിമർശനം ഉന്നയിച്ചപ്പോൾ ഈ തോറ്റു നിൽക്കുന്ന സമയത്തും ഇദ്ദേഹം ഇത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കുക? പിണറായി വിജയൻ എന്ന് പറയുന്നത് ലോകത്ത് ആകാശം ഇടിഞ്ഞു വീണാലും വേണ്ടില്ല, മുഴുവൻ സീറ്റിലും തോറ്റാലും വേണ്ടില്ല, ധാർഷ്ട്യം വിട്ടൊരു കളിയില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ. ഇപ്പോൾ എസൻസ് ഓഫ് പിണറായി എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ് എന്ന് പൊതുവെയുള്ള ആ അഭിപ്രായം ഉള്ള ഒരാളല്ല കേട്ടോ ഞാൻ. എസൻസ് ഓഫ് പിണറായി എന്ന് പറയുന്നത് ധാർഷ്ട്യമാണെന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം എസേർട്ടീവാണ്, വളരെ വളരെ പ്രിസൈസ് ആണെന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ഇങ്ങനൊരു പൊതു അഭിപ്രായമുണ്ട്, ധാർഷ്ട്യമാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത്. ഇദ്ദേഹം ശ്വസിക്കുന്നതും ഇദ്ദേഹം പുറത്തേക്ക് വിടുന്നതും ആഹരിക്കുന്നതും എല്ലാം ധാർഷ്ട്യമാണ് എന്ന് വിചാരിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അവരുടെ വിചാരത്തെ റീഇൻഫോഴ്സ് ചെയ്യാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. പിണറായി വിജയൻ നമ്മുടെ രാഷ്ട്രീയ ഡിക്ഷണറിയിൽ, നിഘണ്ടുവിൽ ധാരാളം വാക്കുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പാർട്ടിക്ക് വലിയ അപകടം ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. കുലംകുത്തി, പിന്നെ പരനാറി, തിരുവമ്പാടിയിലെ നികൃഷ്ടജീവി, എടോ ഗോപാലകൃഷ്ണ, ഇങ്ങനെ ഉണ്ടല്ലോ. കേരളത്തിൻ്റെ CPM-ൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കാൻ മാത്രം കാരണഭൂതരായിട്ടുള്ള വാക്കുകളുടെ ഉടമയാണ് പിണറായി വിജയൻ. അദ്ദേഹം പിന്നെ ഇങ്ങനെ പെരുമാറരുതായിരുന്നു, ഇങ്ങനെ സംസാരിക്കരുതായിരുന്നു. പ്രത്യേകിച്ച് വിമർശനങ്ങൾ ധാരാളമായി കേൾക്കേണ്ട ഒരു സമയമാണിത്. കാരണം ഈ പരാജയത്തിന് ഉത്തരവാദിയായത് ആരാണെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തെ ഈ പരാജയത്തിൻ്റെ കാരണഭൂതരാണ് പിണറായി വിജയൻ. അപ്പോൾ വിമർശനങ്ങൾ പിണറായി വിജയനെ നേരിട്ട് വ്യക്തിപരമായി വിമർശിക്കുന്ന പോലുമില്ല ഗീവർഗീസ് കൊറിലോസ്. പക്ഷേ അതിനോട് അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം അതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃഗുണങ്ങൾ, നേതൃശേഷി പാർട്ടിക്ക് ഇടതു മുന്നണിക്ക് ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ സംഭാവന ചെയ്ത പോലെ തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതിയാണിതെന്ന് മനസ്സിലാക്കുക. അജിംസ്, മുമ്പൊക്കെ ആണെങ്കിൽ പിണറായി വിജയൻ്റെ പ്രസംഗം ഒരു മാസ് ഡയലോഗായി കണ്ട് അതിന് നല്ലൊരു മ്യൂസിക്കൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമാണോ? ഇതിൽ അങ്ങനെ മാസ് ഡയലോഗുകൾ അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ മാസ് ഡയലോഗിന് ഒരുപാട് ആരാധകരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ആരാധക വൃന്ദം ഇപ്പോൾ പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ്. ആ ആരാധക വൃന്ദം പാർട്ടിക്കകത്താണ് ഉണ്ടായിരുന്നത്. പാർട്ടിക്കകത്ത് പിണറായി വിജയനോടുള്ള എതിർപ്പ് അതിരൂക്ഷമാണ്. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പ്രതികരണങ്ങളിൽ നമുക്കറിയാം. ഇന്ന് രാവിലെ കാസർഗോട്ട് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ ഒരു ശബ്ദരേഖ ഇന്ന് വാട്സപ്പിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇന്നലെ മുതലുണ്ട്, ഇന്ന് രാവിലെയാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ ജനങ്ങളോട് ഞങ്ങളിറങ്ങി എന്ത് പറയും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. കാസർഗോഡ് സവിശേഷമായൊരു പ്രശ്നമുണ്ട്. കാസർഗോഡ് CPM-ൻ്റെ ഒരു ഷുവർ സീറ്റാണ്. എത്രയോ വട്ടം LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന സ്ഥലമാണ്. അവിടെ UDF ജയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ 2 തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വരത്തൻ എന്നുള്ളതിനപ്പുറം 2 തവണ UDF നേതാവ് എന്നാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ തോറ്റു എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതിനർത്ഥം ഉറച്ച പാർട്ടി വോട്ടുകൾ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ്. കണ്ണൂർ ജില്ലയിൽ പോലും ആ തിരിച്ചടി ആവർത്തിച്ചു എന്നുള്ളിടത്ത് ഇവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് പാർട്ടിയുടെ കോർ വോട്ട് ബാങ്ക് മറിച്ചു വോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അവിടെ BJP വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി അങ്ങനെ അവരൊരു സ്റ്റാർ സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല, എന്നിട്ട് കൂടി അവർക്ക് അവിടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കൂളായിട്ട് ജയിച്ചു വരികയും ചെയ്യുന്നു. അതിനർത്ഥം സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണിളകി പോവുകയാണ് എന്നുള്ളത് അതിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് കാസർഗോഡ് മാത്രമല്ല, പാലക്കാട്, ആലത്തൂർ, ആലപ്പുഴ തുടങ്ങിയ അവിടുത്തെ വോട്ട് പോകുന്ന പാർട്ടി വോട്ടുകൾ പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഈ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ തോതിലുള്ള അമർഷം പിണറായി വിജയനോടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഒന്ന്, പിണറായി വിജയൻ അക്കൗണ്ടബിൾ അല്ല പാർട്ടിയോട് എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വരുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ 1.25 കോടി രൂപ അത് വലിയൊരു സംഖ്യയൊന്നുമല്ല, ഒരു അഴിമതിയെ സംബന്ധിച്ചൊരു വലിയ സംഖ്യയല്ല. അതിൽ കൃത്യമായ വിശദീകരണം പാർട്ടി പ്രവർത്തകരോട് നടത്താൻ പാർട്ടിക്കോ പിണറായി വിജയനോ കഴിഞ്ഞിട്ടില്ല. പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്ന്, ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുമുതൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങൾ മുതൽ ഇതിനൊക്കെയാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. എനിക്ക് ഈ അഭിപ്രായം ഉണ്ട് കേട്ടോ, പിണറായി വിജയന് ധാർഷ്ട്യമുണ്ട് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് ധാർഷ്ട്യം തന്നെയാണ്. അത് എത്ര മാസ് BGM ഇട്ട് പൊലിപ്പിച്ചാലും ധാർഷ്ട്യം എന്ന് തന്നെ വിളിക്കണം. അല്ലാതെ അതിന് സുരേഷ് ഗോപി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഭരത്ചന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ധാർഷ്ട്യം തന്നെയാണ്. അപ്പോൾ ആ ധാർഷ്ട്യം തന്നെ വിളിക്കണം. അത് പാർട്ടി പ്രവർത്തകർക്ക് അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ കാര്യം,
ഈ വിമർശനം ഉന്നയിക്കപ്പെട്ട ആൾ ആരാണ് എന്ന് ഇദ്ദേഹത്തോട് ഈ പ്രസംഗം എഴുതി കൊടുത്തയാളോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞയാളോ അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അപരാധം ഇതിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുരോഹിതനെ വിവരദോഷി എന്ന് വിളിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം. ഇദ്ദേഹത്തിൻ്റെ ഒരു കേരള സൊസൈറ്റിയിലെ ഈ ഗീവർഗീസ് മാർ കൂർലോസ് എന്ന ബിഷപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് പിണറായി വിജയൻ അറിയില്ല എന്നുള്ളതാണ് എന്നെ ഞെട്ടിപ്പിച്ചളഞ്ഞത്. കാരണം അദ്ദേഹം കാലം കാത്തുവച്ച നേതാവ് എന്ന് പിണറായി വിജയനെ കുറിച്ച് വിശേഷിപ്പിച്ച ആളാണ് പ്രളയത്തിൻ്റെ സമയത്ത്. കാലം കാത്തുവച്ച നേതാവ് എന്ന് വിശേഷിച്ചപ്പോൾ അത് അദ്ദേഹം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കേട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സൂചിക്കുമായിരുന്നു. പക്ഷേ തിരിച്ചൊരു എതിരഭിപ്രായം വരുമ്പോൾ നരേന്ദ്രമോദിയേക്കാൾ വലിയ അസഹിഷ്ണുവായിട്ട് പിണറായി വിജയൻ മാറുവാണ്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു മതപുരോഹിതനെതിരെ, ഏതെങ്കിലും മതപുരോഹിതനെതിരെ മോദി ഇങ്ങനെ പറയുമോ വിവരദോഷിയാണെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പേരാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അതായത് എന്നെ തിരുത്താൻ നിങ്ങളായിട്ടില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പച്ചമലയാളം അതാണ്. ഈ ഗീവർഗീസ് മാർ കൂർലോസ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ബിഷപ്പ് എന്നതിലുപരി അദ്ദേഹം ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയം പേർന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് തിയോളജിസ്റ്റൊന്നുമല്ല, അതായത് ഒരു വിമോചനാത്മക ദൈവശാസ്ത്രത്തിൻ്റെ വക്താവല്ല. അതിന് ഉപരി ഈ പുതിയ കാലത്തൊരു സോഷ്യോ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതായത് ഒരു സബാൾട്ടേൺ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാളാണ്. സബാൾട്ടേൺ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദളിത് മൂവ്മെൻറ്റ്സിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്, മറ്റ് സബാൾട്ടേൺ പൊളിറ്റിക്സിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ചെങ്ങറ സമരഭൂമിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ചെങ്ങറ സമരത്തിൽ അദ്ദേഹം പങ്കാളിയാണ്. അങ്ങനെ നിരവധി സമരരംഗത്ത് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയം പേറുന്ന ഒരു പക്ഷേ അദ്ദേഹം 2 വട്ടവും ചിലപ്പോൾ LDFനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ ഒരാൾ, അദ്ദേഹം ആരാണ് എന്നറിയാതെ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് തോൽവിയെപ്പറ്റി വന്നിട്ടുണ്ട്, അതിൽ പ്രതികരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് പിണറായി വിജയൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വാർത്താമാധ്യമങ്ങളിലൂടെ അദ്ദേഹം അറിഞ്ഞതായിരിക്കും. അതിനോട് പ്രതികരിക്കണം എന്നാരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറഞ്ഞു കൊടുക്കണമായിരുന്നു അദ്ദേഹം ആരാണ് എന്നുള്ളത്, വിവരദോഷി എന്ന് പറയുന്നതിന് മുമ്പ്. കാരണം ഒരു പക്ഷേ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ പറ്റിയ വിവരമുള്ള ആൾ തന്നെയാണ് ഗീവർഗീസ് കൂർലോസ്. കാരണം നിത്യേനയുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ പ്രതികരിക്കുന്നൊരു മനുഷ്യൻ കൂടിയാണ്. ഇപ്പോൾ ഓൾ ഐസ് ഓൺ റഫ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫലസ്തീൻ പോരാട്ടത്തോട് പരസ്യമായി പ്രതികരിക്കുന്ന അറിയപ്പെടുന്ന ക്രൈസ്തവ പുരോഹിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തിന് അധികം കൂട്ടാളികൾ ഉണ്ടാവില്ല. അദ്ദേഹം എല്ലാ കാര്യത്തിലും, അപ്പോൾ ഗ്ലോബൽ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും ഇന്ത്യൻ ഫാഷിസത്തോടും അദ്ദേഹം നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ജീവിയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ വിവരദോഷി, ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് UDFനെ പിന്തുണയ്ക്കുന്ന എന്തെങ്കിലും നയം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ CPMനെ എതിർക്കുന്നതുകൊണ്ടോ നികൃഷ്ടജീവി എന്നൊക്കെ രാഷ്ട്രീയ പ്രയോഗം നടത്തിയതായി. ഇതങ്ങനെയാണ് അല്ലല്ലോ, ഇതങ്ങനെയല്ല. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ തന്നെയാണെന്ന് പറയാവുന്ന ഒരാളാണ്. അങ്ങനെ ഇടത് സഹയാത്രികൻ ഒരാൾ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ഒരു മുന്നണിയെ, അദ്ദേഹം വോട്ട് ചെയ്തൊരു പാർട്ടിയെ, ആ സർക്കാരിനെ ഇത് തിരുത്തണം എന്നാവശ്യപ്പെടുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അത് ധാർഷ്ട്യം തന്നെയാണ്. ആ ധാർഷ്ട്യങ്ങൾ പലവട്ടം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ മാൻഡേറ്റിലൂടെ CPMനോട് LDFനോട് ഈ പിണറായി വിജയൻ സർക്കാരിനോട് ചില മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജസ് ഫലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ആ പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം പിണറായി വിജയൻ ധാർഷ്ട്യം അവസാനിപ്പിക്കണം എന്നാണ്. അസഹിഷ്ണുത അവസാനിപ്പിക്കണം, ധാർഷ്ട്യം അവസാനിപ്പിക്കണം, വിനയാന്വിതരാകണം. ഇന്ത്യയിലെയും കേരളത്തിലെ വോട്ടർമാരുടെ പ്രത്യേകിച്ചും കേരളത്തിലെ വോട്ടർമാരൊരു മെനകെട്ട സ്വഭാവം എന്ന് പറയുന്നത് ധാർഷ്ട്യം അവർ അംഗീകരിക്കില്ല. അത് പിണറായി വിജയനല്ല, കെ കരുണാകരനല്ല, ആരാണെങ്കിലും, VD സതീശനല്ല, ആരാണെങ്കിലും ധാർഷ്ട്യത്തോടെ ജനങ്ങളോട് ഇടപെട്ടാൽ അവരത് സമ്മതിക്കില്ല, വെച്ച് പൊറുപ്പിക്കില്ല. അത് ഒരുപാട് ഉദാഹരണങ്ങൾ, ഈ പിണറായിക്ക് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് പിണറായി വിജയനൊന്നും ഓർക്കുന്നതല്ല. കാരണം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്. അവർ ശക്തരായ നേതാക്കളെ അംഗീകരിക്കും, പോളിസി കൃത്യമായി പാലിക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഉഷാറായ ആൾക്കാരൊക്കെ അംഗീകരിക്കും, എല്ലാത്തിനും അംഗീകരിക്കും. അവർക്ക് സിന്ദാബാദ് വിളിക്കും, വേണമെങ്കിൽ കാരണഭൂതൻ എന്ന് വിളിച്ച് പുകഴ്ത്തും. പക്ഷെ ധാർഷ്ട്യം കാണിച്ചാൽ അവരെ വെച്ച് ഉറപ്പിക്കില്ല. അത് പിണറായി വിജയൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ അടുത്ത 2 വർഷം 2 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഇനി ഇതിലേറ്റവും ഗൗരവമുള്ള കാര്യം, പിണറായി വിജയനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഈ CPMൻ്റെ കോർ വോട്ട് ബാങ്ക് ഇളകില്ലായിരുന്നു. CPM എന്താണ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അവർ കൂടുതൽ വോട്ട് അഡ്വാൻസ് ചെയ്ത് കൂടുതൽ വോട്ട് സമാഹരിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമാഹരിക്കുകയാണ്. ഇത് അങ്ങനെയല്ല, കോർ വോട്ട് ബാങ്ക് ഇളകി തുടങ്ങിയെന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കണം.
തീർച്ചയായും. അപ്പോൾ വലിയൊരു തോൽവി പാർട്ടി നേരിട്ടിട്ടുണ്ട്. കാര്യമായി തിരുത്തൽ വേണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയരുന്നതിനിടെയാണ് കൂർലോസ് അച്ഛൻ്റെ ഈ വിമർശനം വന്നതും പിണറായിയുടെ മറുപടി വന്നതുമൊക്കെ.